അപ്പോൾ ഒരുപാട് നാളുകൾക്ക് ശേഷം ആദ്യക്കുട്ടൻ സ്കൂളിലേക്ക് പോവാണ്. 2 മാസം മിച്ചമായില്ലേ പോയിട്ട്. അതെ അതെ. അപ്പൊ നമ്മുടെ ആദ്യക്കുട്ടന് രാജഗിരി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയി. അത് കഴിഞ്ഞ് വന്നേ പിന്നെ പോയിട്ടില്ല. അപ്പൊ നമ്മൾ വിചാരിച്ചു ക്രിസ്മസിന്റെ അവധിയൊക്കെ കഴിഞ്ഞ് സ്കൂളൊക്കെ തുറന്നു കഴിഞ്ഞിട്ട് വിടാന്ന്. അപ്പോൾ ഇന്നാണ് ആ ദിവസം. അതെ, എന്തായാലും ആശാന് മടിയൊന്നും ഇല്ല, ഹാപ്പി ആയിട്ട് പോകുന്നുണ്ട്. മുഖത്തേക്ക് വെയിലടിക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ ഇരിക്കുന്നത് നല്ല വെയില് മുഖത്തേക്ക്. അല്ലേ, നമ്മള് ന്യൂ ഇയറിന്റെ വീഡിയോ ഒന്നും ചെയ്തില്ല. ഒരു ഹാപ്പി ന്യൂ ഇയർ കൂടെ പറഞ്ഞേരെ. ഓ ഹാപ്പി ന്യൂ ഇയർ. എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. അതെ, എല്ലാവർക്കും പുതുവത്സര ആശംസകൾ. ഞങ്ങളുടെ 2026 എത്തിയിരിക്കുകയാണ്. അതെ, 2025 വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ഞങ്ങളുടെ ജീവിതത്തിൽ കടന്നുപോയി. 2026 ആദ്യത്തെ വീഡിയോ ആണ്. ആരോ വിളിക്കുന്നുണ്ടല്ലോ. ഉണ്ടോ? ഒന്ന് കട്ട് ചെയ്തേ, ഒരു മിനിറ്റ്. വയനാടേക്ക് കോള് വന്നു. അപ്പൊ നമ്മുടെ വീഡിയോ കട്ട് ചെയ്തതാണ്. കുലുക്കെന്ന് പറഞ്ഞ വഴി ആയതുകൊണ്ട് നമ്മുടെ വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, നമ്മുടെ ഫോൺ ഇങ്ങനെ കുലുങ്ങി കളിക്കുകയാണ്. കണ്ടോ, കുരിശൊക്കെ നമ്മളിപ്പോ പതുക്കാ പോകുന്ന. നേരത്തെ നമ്മൾ പറന്നാ പോയിക്കൊണ്ടിരുന്നതില്, കാരണം സമയം പോയി പോകുന്നു. ഇന്നിപ്പോ എന്തായാലും 5 മിനിറ്റ് നേരത്തെയാണ്. ഞാൻ പറഞ്ഞ ആരുടെ ആദ്യത്തെ ദിവസം അല്ലേ, നമുക്ക് താമസിക്കല്ലേ, ഇച്ചിരി നേരത്തെ ഇറങ്ങണം എന്ന് പറഞ്ഞു. ഇന്ന് നല്ല വെയിലുണ്ട്, നല്ല രസമുണ്ട്. പുറത്ത് ആകാശമൊക്കെ കാണാൻ വേണ്ടിട്ട് നല്ലൊരു രസമുണ്ട്. അപ്പം എന്തായാലും ഞങ്ങൾ ആദ്യക്കുട്ടനെ സ്കൂളിൽ കൊണ്ട് വിടണം ഇന്ന്. അവിടെ ചെന്ന് ആദ്യക്കുട്ടനെ ഇറങ്ങി പൊക്കോളൂ. ആദ്യക്കുട്ടൻ വിഷമമുണ്ടോ? ആദ്യക്കുട്ട രാവിലെ പറഞ്ഞു വിഷമമാന്ന് പറഞ്ഞല്ലേ ആദ്യക്കുട്ട? അതുകൊണ്ട് നിൽക്കാതിക്കുട്ട ഫോണിലേക്ക് ശരിക്കും. അപ്പൊ എന്തായാലും ഞങ്ങള് പോട്ടെ. അന്നക്കുട്ടി കുഴപ്പമൊന്നുമില്ല, ചെറിയ ജലദോഷമൊക്കെ ഉണ്ട്. അന്നക്കുട്ടിക്ക് ജലദോഷമുണ്ട്, എനിക്ക് ജലദോഷമുണ്ട്. എനിക്കുണ്ടായിരുന്നു, പക്ഷെ ഇപ്പൊ കുറവുണ്ട്. പക്ഷെ എനിക്ക് കുറഞ്ഞായിരുന്നു. കുറഞ്ഞിട്ട് വീണ്ടും ഇപ്പൊ ഇന്നലെ തൊട്ട് പിന്നെ എന്റെ തൊണ്ടയ്ക്കൊക്കെ വേദനെടുക്കുന്നുണ്ട്, മൂക്കിനൊക്കെ ഒരു കിടുകിടുപ്പ്, എന്തൊക്കെയാ. നീ ആദ്യക്കുട്ടിനെ വീണ്ടും പിടിക്കാന്ന് അറിയത്തില്ല. ഞാനും ആദ്യക്കുട്ടനെ ഇവിടെ കെട്ടിപ്പിടിച്ച് കിടന്നായിരുന്നു ഉറക്കം. അതുകൊണ്ട് ആദ്യക്കുട്ടൻ വൈകുന്നേരം പറയും ഇച്ചാന്റെ കൂട്ടത്തിലാണ് കിടക്കുന്നത് പറയും. ആദ്യക്കുട്ട ആരുടെ കൂട്ടത്തിലാ ആദ്യക്കുട്ട വൈകിട്ട് കിടക്കുന്നത്? ഇച്ചായ. അമ്മ ഇച്ചായ അല്ലേ. ഇന്നലെ ഞാൻ വൈകുന്നേരം 2 അടി കൊടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ആശാന് ചെറിയൊരു മൂഡ് ഔട്ടായി. എന്നിട്ട് പറഞ്ഞു അമ്മയുടെ കൂടെ കിടക്കുന്നു. എന്നിട്ട് അമ്മ കയറി കിടക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും പറഞ്ഞു ചായന്റെ കൂടെ കിടന്നോളൂ. അതായത് വഴക്കുണ്ടാക്കി ഞാൻ അടി കൊടുത്ത് കഴിയുമ്പോ അന്നേരപ്പോഴത്തെ ഒരു വിഷമേ ഉള്ളൂ. അത് കഴിഞ്ഞ് പിന്നെ ഓടി വരും. ആ വിളി പറച്ചിൽ കേട്ട് കഴിഞ്ഞാൽ പാവം തോന്നുന്നു, അടി കൊടുക്കണ്ടായിരുന്നു എന്ന് തോന്നുന്നു. അപ്പൊ എന്തായാലും ഞങ്ങള് സ്കൂളിലേക്ക് എത്തട്ടെ. അതെ, അങ്ങനെ കുറെ നാളുകൾക്ക് ശേഷം ആദ്യക്കുട്ടൻ സ്കൂളിലേക്ക് എത്തിയിരിക്കുകയാണ്. ആദ്യക്കുട്ട എല്ലാവരും റെഡി വർത്താനം പറഞ്ഞിട്ട് വേണം വരാനേ കേട്ടോ. മിസ്സിനെയൊക്കെ കണ്ട്, അതുപോലെ തന്നെ പ്രിൻസിപ്പളിനെ കണ്ടിട്ട് വേണം വരാനേ കേട്ടോ. എല്ലാ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് ചെല്ലുമ്പോൾ തന്നെ ഒന്ന് കണ്ടാരേ. പോകുന്ന വഴിക്ക് അവനെ കൂട്ടി പ്രിൻസിപ്പളിൻ്റെ അടുത്തേക്ക് പോണേ. പോകുന്നുണ്ട് 2 പേര്. കുഴപ്പമൊന്നുമില്ല, ഒരു കുഴപ്പവും ഇല്ലാണ്ട് നമ്മുടെ ആദ്യക്കുട്ടൻ പോകുന്നു. ടാറ്റാ ടാറ്റാ ഉമ്മ. എനിക്ക് ഉമ്മ എന്ന് തിരിഞ്ഞ് നിന്ന് ടാറ്റ ഉമ്മയൊക്കെ തന്നു പോകുന്നു. പാവം, ഒരു കുഴപ്പമില്ല കേട്ടോ. എല്ലാ കൂട്ടനായിട്ട് പോകുന്നുണ്ട്. ഞാൻ ഓർത്ത് എന്തെങ്കിലും തിരിഞ്ഞ് നിന്ന് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് കാണിക്കുമെന്ന്. ഒരു ബുദ്ധിമുട്ടും ഇല്ല, ഒരു വഴക്കം കൂടാണ്ട് പോകുന്നുണ്ട് പാവം. ഞാൻ എന്തായാലും കൊണ്ടുവിട്ടിട്ട് വരട്ടെ. ആദ്യക്കുട്ടാ, എന്നാണ് വിശേഷം? സ്കൂള് വിട്ട് വന്നാണ് കേട്ടോ. സ്കൂളിൽ നിന്ന് നമ്മള് കൂട്ടാനായിട്ട് വന്നതാണ്. വെള്ളം കുടിച്ചോ? തീർന്നു പോയോ? അയ്യോ, സ്നാക്സ് കഴിച്ചോ? അതിനായിരുന്നു സ്നാക്സിന് എന്നായിരുന്നു ഇന്ന്? തീർന്നു പോയി. എന്നതായിരുന്നു അറിയാം? ഓർമ്മയുണ്ടോ? എന്നതായി പറഞ്ഞേ? കഴിച്ചോ? പിന്നെന്നാ കഴിച്ചേ? ആരൊക്കെ വന്നു ഇന്ന് സ്കൂളിൽ? ആരൊക്കെ ഉണ്ടായിരുന്നു? ഉറങ്ങിയോ? വെള്ളം കുടിച്ചോ? പിന്നെ പിന്നെയോ? ഇച്ചായം വന്നു. ഇച്ചായം വന്നു. ഉറങ്ങി എണീറ്റപ്പോഴത്തേക്ക് ഇച്ചായം വന്നു അല്ലേ? എന്തോ ഇച്ചായ ക്യാമറ എടുത്തോണ്ട് വന്നാ. പിന്നെ കൂട്ടുകാരൊക്കെ വന്ന ഇന്ന്? ഫ്രണ്ട്സ് ആരൊക്കെ ഉണ്ടായിരുന്നു? ആരുണ്ടായിരുന്നു? പേര് പറ. അതോ കൊച്ചിന്റെ ഫ്രണ്ട്സിന്റെ പേര് പറ. ഏബില് വന്നോ? പിന്നെ ആരാ വന്നേ? അപ്പു വന്നായിരുന്നോ? അപ്പു ദിയ വന്നോ?
ആ ഇന്ന് ആരും വന്നില്ലല്ലേ? എല്ലാ ഏബില് മാത്രമേ ഉണ്ടായിരുന്നല്ലേ? എന്തോ തുമ്മ ആ ഗ്ലാസ് കയറ്റിയിടല്ലേ തുമ്മെന്നു പറഞ്ഞ് സ്വന്തമായിട്ട് ഗ്ലാസ് ഒക്കെ കയറ്റിയിട്ട് കേട്ടോ. അപ്പൊ ഇതൊക്കെയാണ് ആദ്യക്കുട്ടിന്റെ വിശേഷങ്ങള്. അപ്പി വെച്ചോ? ആ നിക്കറിനകത്ത് മുല്ലി അല്ലേ? ആ സാരമില്ല കേട്ടോ, നനഞ്ഞതാ അല്ലേ? ആഹാ നിക്കറൊക്കെ മാറ്റിയിട്ടുണ്ട്. അപ്പി വെച്ചു. അപ്പൊ നമുക്ക് ടാറ്റാ ബൈ ബൈ പറഞ്ഞേ. ഉമ്മ ഗുഡ് നൈറ്റ്.